1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഇമ്മാനുവൽ സിൽക്സിൽ ഓണം പൊന്നോണം ലാഭോത്സവം. ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസവും നേടാം ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചർ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ. വിവാഹ വസ്ത്രങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും സ്പെഷ്യൽ വെഡിംഗ് കൗണ്ടറുകളും, സാരികൾക്കായി വൻ ഓഫറുകൾ. ഏറ്റവും പുതിയ ബ്രാൻഡുകളും ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി വിശാലമായ ലേഡീസ് സെക്ഷൻ, കുഞ്ഞോമനകൾക്ക് നിഷ്കളങ്കത പകരുന്ന അത്യാകർഷകമായ കിഡ്സ് വെയർ സെക്ഷൻ, സ്റ്റൈലിഷ് ലുക്കിൽ തിളങ്ങാൻ പ്രമുഖ ബ്രാൻഡുകളുടെ ജെന്റ്സ് വെയർ കളക്ഷനുകൾ, കൂടാതെ ഓണം സ്പെഷ്യൽ സൂപ്പർ കോംബോ ഓഫറുകളും. ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി. തോളൂർ വീട് കുത്തിത്തുറന്ന് 50 പവനോളം സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. തുണിക്കട ഉടമയായ പറപ്പൂർ സ്വദേശി ഷക്കീറിന്റെ വീട്ടിലാണ് വൻ കവർച്ച നടന്നത്. ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന മകളുടെ വിവാഹ ആവശ്യങ്ങൾക്കായി വാങ്ങി സൂക്ഷിച്ചിരുന്ന 47 പവനിലധികം സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടാക്കൾ അപഹരിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വ്യാഴാഴ്ച രാത്രി കടയിലെ ജോലികൾ പൂർത്തിയാക്കി പുലർച്ചെ 1:45 ഷക്കീറും കുടുംബവും വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. എൻ്റെ പേര് സിദ്ധി. ഞാൻ ഈ പറഞ്ഞ എൻ്റെ അനിയൻ്റെ വീടാണിത്. അപ്പോൾ അനിയനും അവൻ്റെ ഭാര്യയും മകളും കൂടിയിട്ട് ഈ കടയിലായിരുന്നു. അവർക്കൊരു റെഡിമെയ്ഡ് കടയുണ്ട്, അതിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ അവർ ഒരു കാലത്ത് അവർ ആദ്യം ഡ്യൂട്ടിക്ക് പോയി. അതിനുശേഷം ഒരു 3:30 ആകുമ്പോൾ അവൻ വന്നു. എന്നിട്ട് പിന്നെ അവൻ 5 മണിക്ക് തിരിച്ചു പോയി. വീടൊക്കെ ഫുള്ള് അടച്ചിട്ട് പോയതാ. അപ്പോൾ ഈ 5 മണിയുടെ ഉള്ളിലും രാത്രി 1:30യുടെ ഉള്ളിലാണ് ഇത് നടന്നുള്ളത്, മോഷണം നടന്നിട്ടുള്ളത്. ബാക്കിലെ ഡോറും എല്ലാ ഡോറുകളും കുത്തിപ്പൊളിച്ച് കംപ്ലീറ്റ് വികൃതാക്കിയിട്ടുണ്ട്. കയറി അളമാരികളൊക്കെ വലിച്ചിട്ട് അളമാരിയൊക്കെ കുത്തിപ്പൊളിച്ച് മുഴുവൻ സ്വർണ്ണാഭരണങ്ങളിൽ നിന്ന് 19 പവൻ നഷ്ടപ്പെട്ടു. പൈസ ഒന്നും നഷ്ടപ്പെട്ടതായിട്ട് കണ്ടിട്ടില്ല. അതിനിപ്പോൾ ആ ഡോറ് തുറന്നിട്ടില്ല എന്ന് സംശയം. അവിടെ കുറച്ച് പൈസ തന്നെയായിരുന്നു, അത് എടുത്തുകൊണ്ട് പോയെന്ന് അറിയില്ല. അത് ഇപ്പോൾ പോലീസുകാരും എല്ലാവരും വന്നിട്ടുണ്ട്. ചെക്ക് ചെയ്തതിന് ശേഷം പറയും. വീടിന്റെ പിൻഭാഗത്തെ വാതിൽ തകർത്ത നിലയിൽ കണ്ട് ഉള്ളിൽ കയറി പരിശോധിച്ചപ്പോഴാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം നഷ്ടപ്പെട്ടതായി വ്യക്തമായത്. അതേസമയം വീടിന്റെ മറ്റൊരു മുറിയിൽ സൂക്ഷിച്ചിരുന്ന പണം മോഷ്ടാക്കൾ കാണാത്തതിനാൽ നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടു. വീടിന്റെ പിൻവശത്ത് വിശാലമായ വയലും അതിനപ്പുറം റെയിൽവേ പാളവുമാണുള്ളത്. ഈ ഭാഗത്തു നിന്നാണ് മോഷ്ടാക്കൾ എത്തിയതെന്നാണ് കരുതുന്നത്. സംഭവ സ്ഥലത്തു നിന്നും ഒഴിഞ്ഞ മദ്യക്കുപ്പികളും ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരും പോലീസും സ്ഥലത്തെത്തി വിശദമായ പരിശോധനകൾ നടത്തി വരികയാണ്. You are watching VCV News.